അങ്ങയെ വേദനിപ്പിച്ച, അങ്ങയെ കഷ്ടപ്പെടുത്തിയ, അങ്ങയെ അപരാധം പറഞ്ഞ, അങ്ങയെ നിന്ദിച്ച ആ വലീദ് ബിൻ മുഗീറയെ കുറിച്ച് നബിയെ അങ്ങേക്കറിയണ്ടേ? ഇനി അവനെയും കൂടെ കുറച്ച് അള്ളാഹു ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. വെറുതെ കിടന്നിട്ട് നബിതങ്ങളായിട്ട് ഇസ്ലാമിന്റെ അധ്യായങ്ങളെ ആരെങ്കിലും കരിവാരിത്തേക്കാൻ പരിശ്രമിച്ചാൽ അവർക്ക് ചുട്ട മറുപടി ലോകത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് തന്നെ നൽകും മറുപടി. അതിന്റെ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ പറഞ്ഞ വ്യക്തിയുടെ പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത്. فلا تطع المكذبين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു വാക്കുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചാൽ 10 വാക്കുകൊണ്ട് അള്ളാഹു നിന്നെ ശപിക്കുമത്രേ. ഒരു സ്വലാത്ത് നബിതങ്ങളുടെ മേൽ നിങ്ങൾ ചൊല്ലിയാൽ 10 നിലയിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമത്രേ. എന്നതുപോലെ ഒരു വാക്കുകൊണ്ട് നീ മജ്നൂനാണ് മുഹമ്മദേ, നീ ഭ്രാന്തനാണ് മുഹമ്മദേ എന്ന് നബിതങ്ങളെ നോക്കിക്കൊണ്ട് വലീദ് ബിൻ മുഗീറ പറഞ്ഞപ്പോ ഒരു വാക്കിന് ചുട്ട മറുപടി 10 വാക്കുകളിലായി അള്ളാഹു തആല പറഞ്ഞു കൊടുത്തു. നബിയെ അവൻ വൃത്തികെട്ടവനാണ്, അവൻ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നവനാണ്, അവൻ ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവനാണ്, കുടുംബ മഹിമയില്ലാത്തവനാണ്, അവൻ കള്ളനാണ്, അവൻ ഗുണ്ടയാണ്, അവൻ വാടക കൊലയാളിയാണ്, അവൻ വെറുതെ തിന്നുകൊണ്ട് ആർക്കു വേണ്ടി എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവനാണ്. ഇതെല്ലാം വലീദ് ബിൻ മുഗീറ സഹിച്ചു. പക്ഷേ ഒരൊറ്റ വാക്കിൽ വലീദ് ബിൻ മുഗീറ ഞെട്ടിപ്പോയി. ഇതിനെല്ലാം പുറമെ വാപ്പയില്ലാത്തവനാണ്, അഡ്രസ് ഇല്ലാത്തവനാണ്. ഇവന്റെ വാപ്പയെ കുറിച്ച് ഇവന്റെ പിതാവിനെ കുറിച്ച് ചോദിച്ചാൽ ഇവന്റെ പിതാവിനെ ആർക്കും അറിയില്ല ഹബീബേ. അതുകൊണ്ട് ചാരസന്താനത്തിന്റെ ഉടമയായ വലീദ് ബിൻ മുഗീറ അങ്ങയെ വേദനിപ്പിച്ചാൽ അതിൽ ദുഃഖിക്കേണ്ട നബിയെ. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ ഏതെങ്കിലും വഴിയോരങ്ങളിലോ കിടന്ന് വ്യഭിചാര പ്രവർത്തനം നടത്തി ചാരസന്താനത്തിന്റെ ഉടമയായി വളർന്നു വന്ന ഈ വലീദ് ബിൻ മുഗീറ അങ്ങയെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയാൽ അങ്ങ് ദുഃഖിക്കേണ്ട ഹബീബേ, വേദനിക്കേണ്ട ഹബീബേ. അവൻ ചാരസന്താനത്തിന്റെ ഉടമയാണ് ഹബീബേ. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീരിന് ഒപ്പിയെടുത്തുകൊണ്ട് സാന്ത്വനത്തിന്റെ വാക്കുകൾ കൊണ്ട് ഒപ്പിയെടുത്ത് ലോകത്തെ എല്ലാ മുസൽമാനും സമാധാനത്തിന്റെ വാക്കുകൾ നൽകി പരിശുദ്ധ പ്രവാചകനെ അള്ളാഹു ഉയർത്തുന്ന വചനങ്ങളാണിത്. ഇന്നലകളിൽ തുടങ്ങിയ ഈ ഒരു ചരിത്ര പാരമ്പര്യം ഇന്നലകളിൽ മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ പ്രവാചകനെയും അവിടുത്തെ അനുയായികളെയും വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇസ്ലാമിന് അതൊരു പ്രശ്നമല്ല, അള്ളാഹുവിന്റെ റസൂലിന് പ്രശ്നമല്ല, അവിടുത്തെ സഹാബാക്കൾക്ക് പ്രശ്നമല്ല. പ്രവാചകനെ സ്നേഹിക്കുന്ന 140 കോടി മുസൽമാൻ ഒരു പ്രശ്നവും വരുത്തുകയില്ല. ഹബീബ് തങ്ങളെ വേദനിപ്പിച്ചാൽ ഈ 140 കോടി മുസൽമാനെയും വേദനിപ്പിച്ചതുപോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിന് വല്ലതും ഏറ്റാൽ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്കോ അവിടുത്തെ വഴികൾക്കോ അവിടുത്തെ അധ്യായങ്ങൾക്കോ വല്ല പൊള്ളലും ലോകം ഏൽപ്പിക്കാൻ തയ്യാറായാൽ 180 കോടി മുസൽമാൻ അടങ്ങിയിരിക്കുകയില്ല. സടകുടഞ്ഞെഴുന്നേക്കും. ഞങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ് ആ ഹബീബ് തങ്ങൾ. അല്ലാഹു തആല വലീദ് ബിൻ മുഗീറയെ ജാരസന്താനമാക്കി ചിത്രീകരിച്ച് ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്നും അള്ളാഹുവിന്റെ റസൂലിനെ വേദനിപ്പിക്കുകയും അവിടുത്തെ അധ്യായങ്ങളെ വളരെ മൃഗീയമായ നിലയിൽ വരച്ചു കാട്ടുകയും ചെയ്യുന്നവർക്കും അതേ മറുപടിയാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത്. ചാരസന്തതികളാണ്, വൃത്തികെട്ട വർഗമാണ്, കുടുംബ പാരമ്പര്യമില്ലാത്തവരാണ് എന്ന് ഈ പരിശുദ്ധമായ സദസ്സിൽ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന വർഗത്തോട് ഞങ്ങൾക്ക് പരസ്യമായി ഉറക്ക പ്രഖ്യാപനം നടത്താൻ കഴിയും.